പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ. വെറൈറ്റി ചിക്കൻ കറി ഇത് എനിക്ക് പഠിപ്പിച്ചു തന്നത് സ്മിത ചേട്ടത്തിയ ഫ്രം ഓച്ചിറ. ചേട്ടത്തിയുടെ വക ഒരു റെസിപ്പിയാണ് കേട്ടോ. വെറൈറ്റി ചിക്കൻ കറിയാണ്. എന്തോ ചിക്കൻ കറിയുടെ പേരെന്നല്ലേ വരുന്ന ചിക്കൻ കറിയുടെ പേര് എരിശ്ശേരി ചിക്കൻ കറി. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. പോവാം. ആദ്യം ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിലോട്ട് ചിക്കൻ എല്ലാം കഴുകി വെച്ചിരിക്കുന്ന വൃത്തിയാക്കി വാരി വിതറണം. ചിക്കൻ നമ്മൾ ഏത് പാത്രത്തിലാണോ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ വേണം ചെയ്യാൻ മോളെ എന്ന് പ്രത്യേകം ചേട്ടത്തി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നത്. അതിനകത്തേക്ക് നമ്മൾ സവാളയും തക്കാളിയുമാണ് ചേർക്കാൻ പോകുന്നത്. സവാളയും തക്കാളിയും ചേർക്കുക. നമ്മുടെ ചേട്ടത്തി നല്ല സൂപ്പർ ഒന്നാന്തരം കുക്കാട്ടോ. ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾക്ക് ഒരു കാറ്ററിംഗ് സർവീസ് ഒക്കെ തുടങ്ങിക്കൂടെ? എന്ന് ചെയ്യാൻ ചെയ്യത്തില്ല. അത് നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റാ കുക്ക് ചെയ്ത. പക്ഷേ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല, മീൻ മാത്രം കഴിക്കും, വേറെ ഒന്നും കഴിക്കത്തില്ല, ഇറച്ചി മീനൊന്നും. അതിനകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ അരച്ചതും കൂടെ ചേർക്കാം. ആ പാത്രത്തിലൊക്കെ ഇരിക്കുന്ന മൊത്തം അടിച്ചിടണം കേട്ടോ. ഭയങ്കര വിലയാണ് ഈ സാധനത്തിനകത്തൊക്കെ. അപ്പൊ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ടെ ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കണം കേട്ടോ. നമ്മള് പൊടികൾ ചേർക്കുന്ന ഏതൊക്കെയാന്ന് വെച്ചാൽ ആദ്യം ചേർക്കുന്ന മഞ്ഞപ്പൊടി. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ മഞ്ഞപ്പൊടി എത്രയാണോ. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത്, ഒരു 3.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത്, ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത്, പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടെ നന്നായിട്ട് അങ്ങോട്ട് തിരുമുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അറഞ്ചം പുറഞ്ചം തിരുമുക. ഇതിനെ നന്നായിട്ട് തിരുമി മിക്സ് ചെയ്യണം കേട്ടാ മോളെ. ഇതെല്ലാം ചേട്ടത്തി ഇങ്ങനെ പറഞ്ഞു തരാം കേട്ടാ. മോളെ എന്നൊക്കെ വിളിക്കും, എടീന്നും വിളിക്കും, ചീത്തയും വിളിക്കും. അതൊക്കെ ഇതിനകത്തുള്ളതാട്ടാ. എല്ലാം പറയുകയും ചെയ്യും. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. ചേട്ടത്തി അങ്ങ് ഓച്ചറയിലാട്ടാ, ഇവിടെ ഒന്നും അല്ല. ചേട്ടത്തിനെ വിളിച്ച് ചോദിച്ച് അല്ല ഞാൻ റെസിപ്പി എടുത്തത്. ചേട്ടത്തി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മറന്നു പോകും, അല്ലെങ്കിൽ പിന്നെ എഴുതി വെക്കണം. എഴുതി വെക്കാനുള്ള മടി കൊണ്ട് ചേട്ടത്തിയെ കൊണ്ട് ഞാൻ പറഞ്ഞു വോയിസ് ഇട്. ചേട്ടത്തി നല്ല കുക്കാ, വെറൈറ്റി സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ മേടിക്കുക. ഇത് ഞങ്ങളുടെ ഒരു കസിന്റെ കല്യാണത്തിന് റിസപ്ഷന് എന്തോ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ ഉണ്ടാക്കി കൊടുത്താട്ടെ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനിങ്ങനെ നല്ല തിരുമിയിട്ട് തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കണം. തട്ടിപ്പൊത്തി ഇങ്ങനെ ഒതുക്കി വെച്ചേക്കണം. ഇത് എത്ര സമയം എടുക്കണമെന്ന് അറിയോ? 1 മണിക്കൂർ ഇതേ കണക്ക് വെച്ചേക്കണം. 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കണമെന്നാ പറഞ്ഞ. നമുക്ക് അഭിക്കുട്ടൻ വന്നേട്ടാ ഗസ്റ്റ്. എന്റെ കൂടെ എന്റെ ഡേറ്റിൽ ജനിച്ച പുത്രൻ ഇരിക്കുന്നു. അവൻ വന്നേട്ടാ ഇന്ന് വീട്ടില്. ഗൗരി അവനും കൂട്ടി ഇരുന്ന് കളിക്കുക കേട്ടോ. അവൻ ഇന്ന് രാവിലെ അവന്റെ അച്ഛൻ എങ്ങോട്ടോ പോകാൻ വന്നപ്പം കൊണ്ടാക്കിയിട്ട് പോയതാ. ഗൗരിയായിട്ട് ഭയങ്കര കൂട്ടാ. കണ്ണൻ എന്തൊക്കെയോ പെയിന്റ് ചെയ്യുക. പിന്നെ ഒരാളുണ്ട് കേട്ടോ, ഉറങ്ങുമായിരുന്നു ഇരുന്ന് ഫോണിൽ കണ്ട്. പക്ഷെ എന്നെ കണ്ടപ്പോ ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ ഉണന്ന് ആക്ഷൻ കാണിക്കുക കേട്ടാ. ചുമ്മാതെയാ, ഉണന്നിരുന്നേയല്ല, ഉറങ്ങുമായിരുന്നെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതേ കുറച്ച് ചീനി വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞായറാഴ്ചത്തെ സ്ഥിരം പണിയാ ഇറച്ചിയും ചീനും. അത് എല്ലാ ആഴ്ചയിലും മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ചീനിയൊക്കെ വെട്ടി നുറുക്കി കഴുകി വൃത്തിയാക്കി കുക്കറിനെ എടുത്ത് അതിനകത്തോട്ട് വാരി വിതറി കുക്കർ അടച്ച് നമുക്ക് വേവിക്കാം. അപ്പൊ അതാ കുക്കർ നിറഞ്ഞിരിക്കുന്നു. എന്നാലും വേണ്ടില്ല, എങ്ങനെയായാലും അടച്ചു വെക്കാമെന്ന് വെച്ചാൽ വെള്ളവും ഒഴിച്ച് നമ്മൾ അടച്ചു വെച്ചു. കുക്കറിനെ അടച്ചു വെച്ചിട്ട് നമ്മൾ ഗ്യാസിനകത്തോട്ട് എടുത്ത് വെച്ച് കത്തിക്കാൻ നോക്കി. കുക്കർ അടയാൻ ഇത്തിരി പാടായിരുന്നു. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ അടച്ചു വെച്ച്. ഇനി ഇതിലും വലിയ കുക്കർ എടുത്താൽ അതിനേക്കാളും വലിയ അണ്ടാവായി പോകും. പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഉണ്ടായിരുന്നു. കറിവേപ്പിലൊക്കെ എടുത്ത് തന്നെ വൃത്തിയാക്കി വെച്ചു. പിന്നെ അരി അടച്ചിടാൻ സമയം ചോറൊക്കെ വെന്തായിരുന്നു. ചോറിനെ അടുപ്പിലാട്ടോ വെക്കുന്നത്. വീട്ടിൽ പിള്ളേർ നിൽക്കുന്ന ദിവസം അടുപ്പ് വെക്കും, അല്ലെങ്കിൽ റൈസ് കുക്കറിൽ രാത്രി തിളപ്പിച്ച് വെക്കും. അപ്പൊ ചോറൊക്കെ എടുത്ത് ഊറ്റിയൊക്കെ വെച്ച് കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കണം. അപ്പൊ എന്താ അപ്പുക്കുട്ടനെ വിളിക്കാൻ ശ്യാമോൻ വന്നു. ഇവന് 10-30 വയസ്സായെങ്കിൽ ഇപ്പോഴും ഇവനെ ശ്യാമോനെ നല്ലത് വിളിക്കുന്നത്. ഇവന് കുഞ്ഞിലെ ഇവന്റെ പേര് ശ്യാമെന്നാ. മോനെ ചേർത്ത് വിളിച്ച് ശ്യാമോനെ എന്നായി. ഇപ്പോഴും ഇല്ല ഇവനെ ശ്യാമോനെ എന്നാ വിളിക്കുന്നത്. അവന്റെ ഭാര്യയും ശ്യാമോനെ എന്നാ വിളിക്കുന്നത്. എന്ത് സുഖമാണ്. ദേ കിടക്കുന്നു തുണികളെല്ലാം വെയിൽ കണ്ടോണ്ട് കണ്ണനെ കൊണ്ട് പറക്കി ഇടിപ്പിച്ച കേട്ടോ. മഴക്കോള് കാണുന്നുണ്ട്, എന്നാലും അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഉള്ള ചൂട് കൊള്ളുമെന്ന്. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് 1 മണിക്കൂറായി. അത് കഴിഞ്ഞ് വന്ന് നമുക്കത് ചിക്കന്റെ ബാക്കി പരിപാടി തുടങ്ങാം. ആ ചിക്കൻ അതേ കണക്കെടുത്ത് അടുപ്പിലോട്ട് വെച്ച് ഞാൻ ഇളക്കി കൊടുത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തു കേട്ടോ. ചേട്ടത്തി പറഞ്ഞ് വെള്ളം ഇറങ്ങാൻ സാധ്യത കാണും, അതുകൊണ്ട് കുറച്ച് ചൂടായി വെള്ളം ഇറങ്ങുന്നോ ഇല്ലെന്ന് നോക്കിയിട്ട് വെള്ളം ഒഴിക്കണമെങ്കിൽ ഇച്ചിരി വെള്ളം തിളപ്പിക്കാനും കൂടെ വെച്ചേക്കാം. അതുകൊണ്ട് വെള്ളം തിളപ്പിക്കാൻ അപ്പുറത്ത് ഇൻഡക്ഷനോട്ട് വെച്ച് പിന്നെ അടുത്തൊരു ചീനിച്ചട്ടി എടുത്ത് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. ഇനിയാണ് നമ്മൾ കറി വെക്കാനായിട്ട് ശരിക്കും പോകുന്നത്. ഈ ചീനിച്ചട്ടിക്കകത്ത് കുറച്ച് പരിപാടി ഉണ്ടേ. ആദ്യമേ നമ്മൾ ഇറച്ചി ഇങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എണ്ണ ഒഴിച്ച് കുറച്ച് തോനെ എണ്ണ ഒഴിക്കണം കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളക്, ഞാനൊരു 5 വറ്റൽമുളക് കേട്ടോ എടുത്ത. 5 വറ്റൽമുളക് എടുത്ത് അതിനെ അരിഞ്ഞ് വൃത്തിയാക്കി അതിനകത്തോട്ടങ്ങ് ഇട്ട്. 5 കൂടുതൽ എടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഞാനിപ്പോ 5 എണ്ണ എടുത്തോളൂ. ഇതിപ്പോ ഒരു 2 കിലോ ഇറച്ചിയുള്ളൂ. അതിനകത്തോട്ട് കുറച്ച് കൊച്ചുള്ളി, ഒരു 2 പിടി കൊച്ചുള്ളി, അതായത് ഒരു 7-8 കൊച്ചുള്ളി അടുപ്പിച്ച് കാണുമായിരിക്കും, അത്ര എടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി. ആ കൊച്ചുള്ളിയുടെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ട് കറിവേപ്പില ഇട്ട് അതിനെ ഒന്ന് വെള്ളം എല്ലാം അങ്ങ് ഒട്ടിക്കുന്നത് വരെ വെച്ചുക. അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങ, ഇതൊരിപ്പം ഒരു തേങ്ങ ഫുള്ളില്ല, കുറച്ചേ ഉള്ളു, മൊത്തം എടുത്തില്ല കേട്ടോ. ഒരു മുക്കാ എന്തോ അത് അത്രയേ ഉള്ളു.
ഒരു ചിരട്ട ഭാഗം അത്രേ ഉള്ളൂ, അത്രയും തേങ്ങയുള്ളൂ. അപ്പോഴത്തേക്ക് ഇറച്ചിക്കകത്ത് വെള്ളമില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇറച്ചിക്കകത്ത് വെള്ളം ഇറങ്ങുന്നില്ല. ചേട്ടത്തി പറഞ്ഞാണ് ഇറങ്ങിയില്ലെങ്കിൽ കുറച്ച് വെള്ളം ചൂടാക്കി ഒഴിക്കുക. അപ്പൊ ഞാൻ വെള്ളം ചൂടാക്കിയത് കുറച്ച് അതിനകത്തോട്ട് എടുത്ത് ഒഴിച്ച്. എന്നിട്ട് താണ്ടെ ഇതും ഇളക്കണം അതും ഇളക്കണം, മാറിയും തിരിഞ്ഞും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇങ്ങനെ പരുവത്തിൽ നിൽക്കണം. എണ്ണയും അങ്ങ് മുങ്ങിക്കിടക്കരുത്, എന്നാ എണ്ണ ഇല്ലാതെ ഇരിക്കരുത്. ഈ ഒരു പരുവം. ഇതേ കണ്ട ഇറച്ചിക്കകത്ത് വെള്ളം കുറച്ചേ ഇറങ്ങുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ കുറച്ചും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരിതാണ് കേട്ടെ. കുറച്ചുകൂടെ വേണമെങ്കിൽ ഒഴിക്കാം. എന്നിട്ട് പിന്നെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കാം. അല്ല അത് കരിഞ്ഞു പോവല്ലേ അടുപ്പിരിക്കുന്ന ആ തേങ്ങയുടെ തേങ്ങ ആ ഒരു കറക്റ്റ് എന്തരി കിട്ടണം. അപ്പൊ മണം കേട്ടതേ ഒരാൾ വന്ന് എത്തി നോക്കിയിട്ട് പോയിട്ടോ. മണം കേട്ടിട്ട് ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഈ ഒരു പരുവായിട്ടോ. ഇത്രയങ്ങ് മൂക്കണം. കുറച്ചും കൂടെ ഒരു കളർ വരണം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് അങ്ങ് അടുക്കി പിടിച്ചാൽ അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോയാൽ അതിന്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകുന്നു പ്രത്യേകം ചേട്ടത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെയുള്ള പരുവം എന്ന് പറഞ്ഞാൽ ഇതാ ഇത്രയും പരുവത്തിന് ആ തേങ്ങയ്ക്കകത്ത് എണ്ണയ്ക്കകത്ത് നല്ലോണം കിടന്നു. അപ്പോഴത്തേക്ക് ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇറച്ചി നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ഇത് ഒഴിക്കാവുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, മുളക്, ഉള്ളി ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് എടുത്തങ്ങ് വാരി വിതറണം. ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മാത്രം മതി. ഒഴിച്ചിട്ട് അപ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് അതിനകത്ത് ഇട്ട് കേട്ടോ. ചേട്ടത്തി പറഞ്ഞു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കിയിട്ട് വേണം ഇടാൻ. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചായിരുന്നു കേട്ടോ, കറക്റ്റ് ആയോ എന്നറിയാം. അപ്പൊ എല്ലാം പെർഫെക്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അതുമൊക്കെ ഇതിന്റെ ഇടയ്ക്ക് നടത്തി കേട്ടോ. അപ്പൊ അതും എടുത്ത് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കുക. അപ്പൊ ഇത് രണ്ടും കൂടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ആവും. നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നല്ലൊരു മണമാട്ടാ വന്നത്. ചേട്ടത്തി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു നല്ല മണമൊക്കെ വരും, അതുവരെ നന്നായിട്ട് ചെയ്യണമെന്ന്. പക്ഷെ നല്ല മണം വന്നിട്ടോ. പക്ഷെ ഞാൻ ശരിക്കും ഇപ്പോഴാട്ടോ ഇങ്ങനെ ഒരു ചിക്കൻ കറി വെറൈറ്റി ആയിട്ട് വെക്കുന്നത്. അതിനകത്തോട്ട് പിന്നെ കുറച്ച് കുരുമുളക് ചേർത്തിട്ടോ. കുറച്ച് കുരുമുളകും കുറച്ച് മസാലയും അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇപ്പൊ ഞാനിപ്പോ ഇത്ര ചേർക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അത്രയും ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതിനെ അങ്ങ് ഇളക്കണം കേട്ടോ. ഒരുപാടങ്ങ് വെള്ളം ഞാൻ വറ്റിച്ചില്ല, കുറച്ചുണ്ട്. എന്നാൽ അധികം അങ്ങ് വെള്ളവുമില്ല, കുറച്ചൊരു കുഴഞ്ഞ പരുവം. അപ്പൊ ബാക്കിയും കൂടെ അതൊക്കെ ഇരുന്ന് എല്ലാം കൂടെ എടുത്ത് ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതുപോലൊരു ടേസ്റ്റ് ഞാൻ മുമ്പ് ടീച്ചറിന്റെ മോളെ കല്യാണത്തിന് പോയപ്പോൾ കഴിച്ച ആ ചിക്കൻ കറിയുടെ ടേസ്റ്റ് അന്നേ ഞാൻ വെച്ച് ഇത് എങ്ങനെ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. പക്ഷെ ഇന്നാണ് എനിക്ക് ആ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടിയത്. ഇതുപോലെ ഉണ്ടാക്കിയതായിരിക്കും, പക്ഷെ സിമ്പിൾ ആണ് കേട്ടോ. ആ തേങ്ങ വറുക്കുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സിമ്പിളാണ്. നല്ല ടേസ്റ്റ്, നല്ല മണമായിരുന്നു. ഞാൻ പിന്നെ വേറൊരു പാത്രത്തിലോട്ട് ആക്കി അടച്ചു വെക്കാമെന്നും പറഞ്ഞ് വേറൊരു പാത്രം എടുത്തോണ്ടൊന്ന് ചൂടാക്കി കേട്ടോ. ഇത് വലിയ പാത്രമാണ്. ഇതിനകത്ത് ഈ പാത്രമേ എനിക്ക് ഉള്ളൂ വലുതായിട്ട്, അതുകൊണ്ട് കേട്ടത്. പിന്നെ ചേട്ടത്തി പ്രത്യേകം പറഞ്ഞു മോളെ അത് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ വാരി വിതറി കാണിക്കണേന്ന്. അതുകൊണ്ട് ഞാൻ മല്ലിയിലയൊക്കെ വാരി വിതറിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇനി ചെയ്തില്ലെന്ന് പറയരുത് കേട്ടോ. ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്, പറഞ്ഞ കണക്കെല്ലാം. സൂപ്പർ ടേസ്റ്റും ആയിരുന്നു. ആദ്യമായിട്ടാട്ടോ ഇത്രയും ഇങ്ങനൊരു ടേസ്റ്റിൽ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഞാൻ സാധാ ചിക്കൻ കറി ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. കണ്ടോ നമ്മുടെ ചിക്കൻ കറി, എരിശ്ശേരി ചിക്കൻ കറി ഫ്രം സ്മിത ചേട്ടത്തി. കേട്ടോ, നമ്മൾ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വിളമ്പാനുള്ളതൊക്കെ വിളമ്പി വെച്ചു. ചോറ് കഴിക്കാൻ പോകട്ടോ ഞങ്ങളെല്ലാവരും. അങ്ങനെ വളരെ വിശാലമായിട്ടിരുന്നു. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗൗരി ചിക്കൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയുള്ള ടാറ്റാ.